വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നു. ISROയുടെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം നാളെ നടത്താനിരുന്നത് മാറ്റിവെച്ചു. ഉപഗ്രഹങ്ങളെ 225 മീറ്റർ ദൂരത്തേക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞില്ല. നാളെ രാവിലെയായിരുന്നു ഡോക്കിംഗ് തീരുമാനിച്ചിരുന്നത്. പുതിയ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് തത്സമയം ചേരുന്നു. റഹീസ്, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് കയറാം, വിവരങ്ങൾ പറയാം. ഇന്ത്യയുടെ ചരിത്ര ദൗത്യമായ സ്പെയ്ഡെക്സ് ദൗത്യം അതിപ്പോൾ രണ്ടാം തവണയും മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള വിഷമകരമായിട്ടുള്ള ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. കാരണം സ്പെയ്ഡെക്സ് പരീക്ഷണം നാളെ രാവിലെ നടക്കും. കൃത്യമായി 8 മണിക്കും 8:45 ഇടയിൽ ഇന്ത്യ സ്പേസ് ഡോക്കിംഗ് നടത്തും എന്നുള്ള വിവരമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഏറെക്കുറെ ഉറപ്പിച്ചതുമാണ്. ശേഷം 1 മണിക്കൂർ മുൻപ് വരെയും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ ISROയിൽ നിന്നും ഉണ്ടായിരുന്നു. ഈ 2 ഉപഗ്രഹങ്ങളും അതിൻ്റെ ദൂരം കുറച്ചുകൊണ്ട് അത് കൃത്യമായി നാളെ ഡോക്കിങ്ങിന് സജ്ജമാകും എന്നുള്ള വിവരം പുറത്തു വന്നതിന് ശേഷം ഏതാണ്ട് 15 മിനിറ്റ് മുമ്പ് മാത്രമാണ് ഇത്തരത്തിൽ ഈ ദൗത്യം നാളെ നടക്കില്ല എന്നുള്ള വിവരം പുറത്തു വരുന്നത്. അതായത് ഒരു ചേസറും ടാർഗറ്റുമാണ്. അതായത് 2 ഉപഗ്രഹങ്ങൾ അത് 20 കിലോമീറ്റർ വ്യത്യാസത്തിൽ ഭ്രമണപഥത്തിൽ വിക്ഷേപിച്ച് അതിനുശേഷം അത് തമ്മിലുള്ള ദൂരം കുറച്ചുകൊണ്ടുവന്ന് ശേഷം അതിനെ ഡോക്ക് ചെയ്യുക അല്ലെങ്കിൽ കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളതാണ് ഈ സ്പെയ്ഡെക്സ് ദൗത്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ ഈ ചേസർ കൃത്യമായി 20 കിലോമീറ്ററിൽ നിന്നും ഏതാണ്ട് 500 മീറ്റർ മാത്രമായി മാറിയിട്ടുണ്ട്. പക്ഷേ ഏതാണ്ട് ഈ സമയത്തോടു കൂടി അത് 250 മീറ്ററിലേക്ക് ചുരുക്കി കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ നാളെ രാവിലെ ആകുമ്പോഴേക്കും ഇത് ഡോക്കിങ്ങിന് സജ്ജമാവുകയുള്ളൂ. പക്ഷേ ഈ ചേസർ അത് ഈ അടുത്തേക്ക് അടുപ്പിക്കുന്നതിൻ്റെ വേഗം കൂടിപ്പോയി. ആ വേഗം കൂടിയത് കൊണ്ട് തന്നെ ആ ചേസറിൻ്റെ സഞ്ചാരത്തിൽ ഒരു വ്യതിയാനം ഉണ്ടായി, ഒരു ഡീവിയേഷൻ ഉണ്ടായി എന്നാണ് ISRO ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ ഇത് കൃത്യമായി അടുപ്പിച്ച് അതിനെ ഡോക്കിംഗ് ചെയ്യാൻ കഴിയില്ല. അത് ഇനിയും ദിവസങ്ങൾ നീണ്ടുപോയേക്കാം എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2 ഉപഗ്രഹങ്ങളും സുരക്ഷിതമാണ്, അതിന് യാതൊരു പ്രശ്നവുമില്ല. ഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയാക്കാൻ കഴിയും എന്നുകൂടി ISRO പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ദൗത്യം ആകെ 66 ദിവസമാണുള്ളത്. ഈ 66 ദിവസം എടുത്ത് ഡോക്കിംഗ് നടത്തി ശേഷം ഇതിനെ അൺഡോക്ക് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ സ്പെയ്ഡെക്സ് മിഷൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 66 ദിവസത്തിനിടയിൽ ഏത് ദിവസവും ഇത് നടക്കാം എന്നുള്ളതാണ് ISRO അറിയിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2 തവണയായി, നേരത്തെ ജനുവരി 7-ന് തിങ്കളാഴ്ചയും ശേഷം നാളെ വ്യാഴാഴ്ചയും ഇത്തരത്തിൽ തീയതി എടുത്തതിനു ശേഷം അവസാന മണിക്കൂറുകളിൽ ഇത് മാറ്റിവെക്കേണ്ടതായി ISROയ്ക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത നീക്കം ശ്രദ്ധേയമായിരിക്കും. അത് കൂടുതൽ കരുതലോടുകൂടി കൃത്യമായി നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ ഡോക്കിംഗ് നടക്കുകയുള്ളൂ എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇതിലുണ്ടായ ഒരു ആശ്വാസം, ഈ 2 സാറ്റലൈറ്റുകൾക്കും നിലവിൽ പ്രശ്നമൊന്നുമില്ല. ഒരു പക്ഷേ അത് അടുപ്പിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നം ഉണ്ടായെങ്കിൽ ഈ ദൗത്യം തന്നെ മാറ്റിവെക്കേണ്ട അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കേണ്ട, അത് ഒരു പരാജയമായി മാറേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ എന്തായാലും ഈ 2 പേടകങ്ങളും അല്ലെങ്കിൽ ഉപഗ്രഹങ്ങളും ഒക്കെ കൃത്യമായി തന്നെ അതിൻ്റെ ഓർബിറ്റിലുണ്ട്. ഈ ഡോക്കിങ്ങിനുള്ള വേഗത കൂട്ടിയതാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് കാരണമായതും. താങ്ക് യു റഹീസാണ് ചെന്നൈയിൽ വിവരങ്ങൾ നൽകിയത്.